ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെല്ലാം കൊൽക്കത്തയിൽ നിന്നും വരുത്തിയ പ്ലാന്റുകളാണ്, നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഇത്രയും മനോഹരമായ പ്ലാന്റുകൾ, കൊൽക്കത്ത പ്ലാന്റുകൾ വില കുറച്ച് കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചിലർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. ഇനി എനിക്ക് ഫീഡ്ബാക്ക് തന്ന ഒരു കസ്റ്റമറിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം അവർ അയച്ചു തന്ന വീഡിയോയാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ്. ഇതൊക്കെ സാറിൻ്റെ ഞാൻ മേടിച്ച ചെടികളായിരുന്നു കേട്ടോ. ഞാൻ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം പൂവിട്ടിട്ടുണ്ട്. ഞാൻ 10 ചെടി വാങ്ങിയതിൽ 11 ചെടി കിട്ടി. അതിൽ ഒരെണ്ണം നശിച്ചു പോയി, ബാക്കി 10 നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ താങ്ക്സ്. അപ്പോൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികൾ, ഒരു 10-30 വെറൈറ്റി പ്ലാന്റുകളാണ് ഇപ്പോൾ പൂത്തത്. ആ പൂത്ത വെറൈറ്റികൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്നും വരുന്ന പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ വില കുറച്ച് കൊടുക്കുന്നതാണ് എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ വില കുറച്ച് വാങ്ങിയവരുടെ ചെടികളൊക്കെ പൂത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരൊക്കെ അത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അയച്ചു തരാനുള്ളവർ ദയവ് ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ഇതെല്ലാം കൊൽക്കത്തയിൽ നിന്ന് 75-85 രൂപയ്ക്കൊക്കെ ഞാൻ സെയിൽ ചെയ്ത പ്ലാന്റുകളാണ്, ഞാൻ വരുത്തിയതാണ്. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഓരോ പ്ലാന്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂത്ത ചെടികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. എത്ര വെറൈറ്റി ആണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ചെറിയ പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞ് ചിലരൊക്കെ പരിഹസിച്ചവർക്കും എല്ലാവർക്കും ഒരു മറുപടിയാണ് ഈ വീഡിയോ. നിങ്ങൾ കണ്ടു നോക്കുക. കൊൽക്കത്ത പ്ലാന്റിനെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. എത്ര മനോഹരമായ പൂക്കളുള്ള പ്ലാന്റുകളാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വാങ്ങുമ്പോൾ തന്നെ പൂക്കളും ഒക്കെ ആയി ഉള്ള ചെടികൾ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നവർക്ക് വലിയ ചെടികൾ പോയി അടുത്തുള്ള നഴ്സറിയിൽ പോയി വാങ്ങാവുന്നതാണ്. ക്ഷമാപൂർവം വളർത്തിയെടുക്കാവുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ തന്നെയാണ് ഈ കൊൽക്കത്ത പ്ലാന്റുകൾ. ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോഴാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. വില കുറഞ്ഞതാണ് പ്രശ്നം. ഇത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടായിട്ടും 200-250 രൂപ കൊടുത്ത് മേടിക്കുന്നതിലെ സംതൃപ്തി കാണുന്നുള്ളൂ കസ്റ്റമർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് പ്ലാന്റും നമ്മൾ അതിനെ പരിചരിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഭംഗിയും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഞാൻ മേടിച്ച പ്ലാന്റുകളാണ്. അപ്പോൾ ഒരു ലേഡി എനിക്കെതിരായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് താമസിച്ചു പോയി. അതിന് ഉടനെ തന്നെ അവർ അത് വീഡിയോ ചെയ്തിട്ടു. അവർ വിചാരിക്കുന്നത് വീഡിയോ ചെയ്തിട്ടാൽ വലിയ എന്തോ ഒക്കെയാണെന്ന് കരുതി വീഡിയോ ചെയ്തിട്ടതാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് നല്ല റെസ്പോണ്ട് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, അവരുടെ ചെടികളെല്ലാം പൂത്തു എന്നും പറഞ്ഞൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. തൽക്കാലം നിങ്ങൾ കാണുക, എൻ്റെ കയ്യിലുള്ള ചെടികളെ നിങ്ങൾ കാണുക. അപ്പോൾ ആ ലേഡിക്ക് പൈസ തിരിച്ച് കൊടുത്തതിന് ശേഷവും വീണ്ടും വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് നടപടിയെന്ന് ഞാൻ നോക്കുന്നതാണ്. ഉടൻ തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ആ ലേഡിക്ക് ഉടനെ തന്നെ പിന്നെ ഈ ബിസിനസ്സിലോട്ട് വരാനായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്. ഉടൻ തന്നെ ഒരു വിൽപ്പനയുമായി ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. എനിക്കിതുപോലെ ഒരുപാട് പേര് എനിക്കറിയാം, ഇതുപോലെ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ. അതിനൊക്കെ പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തിനാ, ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ. ഞാൻ എന്തായാലും ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ വില കുറച്ച് പ്ലാന്റുകൾ സെയിൽ ചെയ്യും. ഉടൻ തന്നെ ഒരു സെയിൽ വീഡിയോ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മനോഹരമായ പൂക്കൾ അടീനത്തിനല്ലാതെ പിന്നെ എവിടെയാണ് കിട്ടാൻ? പിന്നെ വേറൊന്നുള്ളത്, കൊൽക്കത്തയിൽ മാത്രമേ പുതിയ വെറൈറ്റികൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നത് കൊൽക്കത്തയിലാണ്. അവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ
നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും കൊൽക്കത്തയിൽ നിന്ന് തന്നെയാണ് വലിയ നഴ്സറികളൊക്കെ, കേരളത്തിലെ നഴ്സറികളൊക്കെ പ്ലാന്റുകൾ വരുത്തി വലുതാക്കി അവർ വിൽക്കുന്നു എന്നേ ഉള്ളൂ. ഈ വലിയ പ്ലാന്റൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിയ പ്ലാന്റുകളാണ്. വളരെ വലിയ പ്ലാന്റുകളാണ്, കൊൽക്കത്ത പ്ലാന്റുകളാണ്, വളരെ നീളമുള്ള പ്ലാന്റുകൾ. അതായത് അതിൽ നിന്ന് ഇനി എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി അഡീനിയം പൂക്കൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി, കൊൽക്കത്ത പ്ലാന്റുകളെ പുച്ഛത്തോടെ കാണുന്ന കുറേ കസ്റ്റമർക്ക് വേണ്ടി ഞാൻ ഇത് ഇടുന്നു, ഈ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഉടൻ തന്നെ നമ്മുടെ സെയിൽ വീഡിയോ തുടങ്ങുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. വീണ്ടും കാണാം. പിന്നെ വേറൊന്ന്, ഈ ഒരു ഫ്ലവർ കണ്ടോ? ഇത് നല്ല മനോഹരമായ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതൊരു നാടൻ വെറൈറ്റിയാണ്. പക്ഷേ അതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ അതിൽ തന്നെയുള്ള വേറൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതും അതിൻ്റെ ഫ്ലവറാണ്. അപ്പോൾ സിംഗിൾ പെറ്റ ചിലർ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഫ്ലവർ കണ്ടിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ അവർ പറയും നാടനാണ് അയച്ചു തന്നതെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ മാറി വരും. കാലാവസ്ഥ അനുസരിച്ചും അതുപോലെ ഒക്കെ പ്ലാന്റിൻ്റെ ഇതൊക്കെ അനുസരിച്ച് പൂക്കളുടെ ഡിസൈനൊക്കെ മാറി വരും, വളം കൊടുക്കുന്നതനുസരിച്ചും ഒക്കെ. അതുകൂടി കസ്റ്റമർ മനസ്സിലാക്കുക.
past. I messed up, gave too much.